ഒരു വാഹനത്തിൻ്റെ ക്രൂയിസ് കൺട്രോൾ പ്രധാനമായും ഉപയോഗിക്കുന്നത് ഡാഷ്, ബ്രേക്കിംഗ് സിസ്റ്റം നിയന്ത്രിക്കുക, ഗിയർ ഓട്ടോമാറ്റിക്കായി മാറ്റുക, ആക്സിലേറ്റർ ഉപയോഗിക്കാതെ സ്ഥിരമായ വേഗത നിലനിർത്താൻ വാഹനം സ്റ്റിയർ ചെയ്യുക. ഉത്തരം ആക്സിലേറ്റർ ഉപയോഗിക്കാതെ സ്ഥിരമായ വേഗത നിലനിർത്താൻ. റോഡിന് സമാന്തരമായി പാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പാർക്കിംഗ് സ്ഥലത്ത് മുന്നിലുള്ള വാഹനവുമായി നേർരേഖയിൽ ആക്കുക. കണ്ണാടികളും ബ്ലൈൻഡ് സ്പോട്ടുകളും പരിശോധിക്കുക. പാർക്ക് ചെയ്യുന്നതിന് മുമ്പ് സിഗ്നൽ നൽകുക. മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ്. ഉത്തരം മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ്. MSMന്റെ ശരിയായ ക്രമം എന്താണ്? സിഗ്നൽ, മാന്യൂവർ, മിറർ. മിറർ സ്പീഡ് മാന്യൂവർ, മിറർ സിഗ്നൽ മാന്യൂവർ, സിഗ്നൽ മിറർ മാന്യൂവർ. ഉത്തരം മിറർ സിഗ്നൽ മാന്യൂവർ. MSMന്റെ തത്വമനുസരിച്ച് എപ്പോഴാണ് നിങ്ങൾ കണ്ണാടികൾ പരിശോധിക്കേണ്ടത്? പാത മാറുമ്പോൾ മാത്രം, സിഗ്നൽ നൽകുന്നതിനും എന്തെങ്കിലും പ്രവർത്തനം നടത്തുന്നതിനു മുമ്പ്, സിഗ്നൽ നൽകിയതിനു ശേഷം, വളവ് വളഞ്ഞതിനു ശേഷം. ഉത്തരം സിഗ്നൽ നൽകുന്നതിനും എന്തെങ്കിലും പ്രവർത്തനം നടത്തുന്നതിനും മുമ്പ്. ഇനി പറയുന്നവയിൽ ഏതാണ് PSL തത്വത്തെ നന്നായി വിവരിക്കുന്നത്? പൊസിഷൻ സ്പീഡ് ലുക്ക്, പൊസിഷൻ സിഗ്നൽ ലുക്ക്, പൊസിഷൻ സ്പീഡ് മാന്യൂവർ, പൊസിഷൻ സ്പീഡ് മിറർ. ഉത്തരം പൊസിഷൻ സ്പീഡ് ലുക്ക്. PSL തത്വം അനുസരിച്ച് ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് ആദ്യമായി പരിശോധിക്കേണ്ടത് ഡാഷ്, നിങ്ങളുടെ വാഹനത്തിൻ്റെ വേഗത, റോഡിൻ്റെ സ്ഥാനം, നിങ്ങളുടെ ബ്ലൈൻഡ് സ്പോട്ടുകൾ, നിങ്ങളുടെ പുറകിലെ കാർ. ഉത്തരം റോഡിൻ്റെ സ്ഥാനം. ഇടത്തേക്ക് തിരിയാൻ നിങ്ങൾ ഒരു ജംഗ്ഷനെ സമീപിക്കുകയാണ്. MSM തത്വം അനുസരിച്ച് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇടത്തേക്ക് സിഗ്നൽ ചെയ്യുക, തുടർന്ന് മിററുകൾ പരിശോധിച്ച് തിരിയുക. ഇടത്തേക്ക് സിഗ്നൽ നൽകി ഉടൻ തിരിയുക. തിരിഞ്ഞതിനു ശേഷം കണ്ണാടികളും ബ്ലൈൻഡ് സ്പോട്ടുകളും പരിശോധിക്കുക. മിററുകൾ പരിശോധിക്കുക. ഇടത്തേക്ക് സിഗ്നൽ ചെയ്യുക, തുടർന്ന് സുരക്ഷിതമായി തിരിയുക. ഉത്തരം മിററുകൾ പരിശോധിക്കുക, ഇടത്തേക്ക് സിഗ്നൽ ചെയ്യുക, തുടർന്ന് സുരക്ഷിതമായി തിരിയുക. PSL തത്വം അനുസരിച്ച് ലുക്ക് ഘട്ടം പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട്? നിങ്ങൾ ശരിയായ വേഗതയിലാണ് പോകുന്നത് എന്ന് ഉറപ്പാക്കാൻ, നിങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ അന്ധതയിലോ അപകടകരമായ സ്ഥാനങ്ങളിലോ ആരുമില്ലെന്ന് ഉറപ്പാക്കാൻ, റോഡിന് ആവശ്യത്തിന് വീതിയുണ്ടോ എന്ന് പരിശോധിക്കാൻ, നിങ്ങളുടെ കണ്ണാടികൾ ക്രമീകരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ. ഉത്തരം നിങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ അന്ധതയിലോ അപകടകരമായ സ്ഥാനങ്ങളിലോ ആരുമില്ലെന്ന് ഉറപ്പാക്കാൻ. എപ്പോഴാണ് നിങ്ങൾ MSM തത്വം പിന്തുടരേണ്ടത്? നിങ്ങൾ തിരിയാനോ ദിശ മാറ്റാനോ മറികടക്കാനോ ആസൂത്രണം ചെയ്യുന്ന ഓരോ തവണയും, ഓവർടേക്ക് ചെയ്യുമ്പോൾ മാത്രം, റെസിഡൻഷ്യൽ ഏരിയകളിൽ വാഹനം ഓടിക്കുമ്പോൾ, കാരേജ് വേകളിൽ മാത്രം. ഉത്തരം നിങ്ങൾ തിരിയാനോ ദിശ മാറ്റാനോ മറികടക്കാനോ ആസൂത്രണം ചെയ്യുന്ന ഓരോ തവണയും.
കാറുകളിൽ യാത്ര ചെയ്യുമ്പോൾ 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെ സംരക്ഷിക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു സുപ്രധാന സുരക്ഷാ ഉപകരണം താഴെ പറയുന്നവയിൽ ഏത്? ചൈൽഡ് സീറ്റ് ബെൽറ്റ്, ചൈൽഡ് റെസ്ട്രെയിൻറ്റ് സിസ്റ്റം, ബേബി ഓൺബോർഡ് സൈനേജ്, ചൈൽഡ് ഹെഡ് റെസ്റ്റ്. ഉത്തരം ചൈൽഡ് റെസ്ട്രെയിൻറ്റ് സിസ്റ്റം. ചരക്കുകളുടെയോ യാത്രക്കാരുടെയോ പ്രത്യേക ഗതാഗത ആവശ്യകതയ്ക്കായി നിർമ്മിച്ചതോ മാറ്റിയതോ ആയ ഒരു മോട്ടോർ വാഹനത്തെ ഡാഷ് എന്ന് പറയുന്നു? ചരക്ക് വാഹനം, ഓൾ ട്രേഡ് വെഹിക്കിൾസ്, പൊതുസേവന വാഹനം, പൊതു ഉദ്ദേശ വാഹനം. ഉത്തരം പൊതു ഉദ്ദേശ വാഹനം. ലേണേഴ്സ് ലൈസൻസ് അനുവദിക്കുന്നതിനുള്ള അപേക്ഷ ഡാഷ് ആണ് നൽകേണ്ടത്? ഫോം 1, ഫോം 2, ഫോം 3, ഫോം 4. ഉത്തരം ഫോം 2. താഴെ പറയുന്ന രേഖകളിൽ ലേണേഴ്സ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിനുള്ള വിലാസവും പ്രായവും തെളിയിക്കുന്നതിനായി പരിഗണിക്കാത്ത രേഖകൾ ഏതാണ്? ആധാർ കാർഡ്, ഇലക്ട്രൽ റോൾ, ലൈഫ് ഇൻഷുറൻസ് പോളിസി, വൈദ്യുതി അല്ലെങ്കിൽ ടെലിഫോൺ ബില്ലുകൾ. ഉത്തരം വൈദ്യുതി അല്ലെങ്കിൽ ടെലിഫോൺ ബില്ലുകൾ. ഒരു ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കാവുന്ന സമയം എപ്പോൾ? കാലഹരണപ്പെടുന്നതിന് 1 വർഷം മുമ്പ്, കാലഹരണപ്പെട്ട തീയതി കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ. മുകളിൽ കൊടുത്തിരിക്കുന്ന രണ്ടും ശരിയാണ്, മുകളിൽ കൊടുത്തത് ഒന്നുമല്ല. ഉത്തരം മുകളിൽ കൊടുത്തിരിക്കുന്ന 2 ഓപ്ഷനുകളും ശരിയാണ്. ഒരു മോട്ടോർ വാഹനം രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അപേക്ഷാ ഫോം ഏതാണ്? ഫോം 19, ഫോം 20, ഫോം 21, ഫോം 22. ഉത്തരം ഫോം 20. തേർഡ് രജിസ്ട്രേഷൻ മാർക്ക് ഉൾപ്പെടെയുള്ള ഹൈ സെക്യൂരിറ്റി രജിസ്ട്രേഷൻ പ്ലേറ്റ് എന്നു മുതലാണ് വാഹനത്തോടൊപ്പം വാഹന നിർമ്മാതാക്കൾ നൽകി തുടങ്ങിയത്? 2018 ഏപ്രിൽ 1-ാം തീയതി മുതൽ, 2018 ഒക്ടോബർ 1-ാം തീയതി മുതൽ, 2019 ഏപ്രിൽ 1-ാം തീയതി മുതൽ, 2019 ഒക്ടോബർ 1-ാം തീയതി മുതൽ. ഉത്തരം 2019 ഏപ്രിൽ 1-ാം തീയതി മുതൽ. ചരക്ക് വാഹനങ്ങളുടെ മുന്നിൽ ഘടിപ്പിച്ച ടോപ്പ് ലൈറ്റുകളുടെ നിറം ഡാഷ് ആകുന്നു? വെള്ള, മഞ്ഞ, പച്ച, ചുവപ്പ്. ഉത്തരം വെള്ള. ഡാഷ് ആണ് പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ് നൽകുന്ന ഫോം? ഫോം 40, ഫോം 51, ഫോം 59, ഫോം 59A. ഉത്തരം ഫോം 59. ഭാരത് സ്റ്റേജ് 6 മാനദണ്ഡങ്ങൾ അനുസരിച്ച് നിർമ്മിക്കുന്ന വാഹനങ്ങൾക്ക് പുക മലിനീകരണ സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി ഡാഷ് ആകുന്നു? 6 മാസം, 1 വർഷം, 18 മാസം, 2 വർഷം. ഉത്തരം 1 വർഷം.
എല്ലാവരും നിങ്ങൾക്ക് കിട്ടിയ സ്കോർ താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും വീഡിയോ എത്തിച്ചു കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.